ഡിസംബർ ആയാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെയായിരിക്കും, നല്ല മഞ്ഞും തണുപ്പും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന വാഴയിലയിലെ പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ കുറച്ച് വാഴയിലയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ വാഴയിലയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ട് ഇവിടെ ഒരാൾ കാത്ത് നിൽക്കുക കേട്ടോ, തേങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുട്ടൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ, വെള്ളം ഒട്ടും കൂടി പോവരുത്. പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇതിലേക്ക് നല്ലോണം തേങ്ങ ചേർക്കണം കേട്ടോ. ഗോതമ്പ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വാഴയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ചിലപ്പം കീറിപ്പോവും കേട്ടോ. അപ്പോൾ കീറി പോവാതിരിക്കാനാണെങ്കിൽ ഒന്ന് വാട്ടിയിട്ട് ഒന്ന് ഇതുപോലെ കുത്തുകയാണെങ്കിൽ കീറി പോകത്തില്ല. പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലിതുപോലെ വാഴയില വെച്ചിട്ട് പുട്ടുപൊടി ഇട്ടിട്ട് തേങ്ങ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മുകളിൽ. എനിക്ക് തോന്നുന്നു സാധാ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിലും എളുപ്പമാണെന്ന് തോന്നുന്നു. ഇതാകുമ്പം ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞോളും. പിന്നെ വാഴയിലാവുമ്പം കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ് വാഴയിലയുടെയും തേങ്ങയുടെയും പുട്ടിൻ്റെയൊക്കെ. പിന്നെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ല തേങ്ങ അരച്ച കടലക്കറിയുണ്ട്. അപ്പോൾ എങ്ങനെ, സെറ്റല്ലേ?